2025 PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷാകാലമാണ്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവലിലായിട്ട് നിരവധി പരീക്ഷകളാണ് 2025 നടക്കാനായിട്ട് പോകുന്നത്. ആ മേജർ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി PSC ഒരു കലണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെയാണ് മേജർ പരീക്ഷകൾ, പ്രിലിംസ് ഏതാണ്, മെയിൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം കുറേയധികം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുമുണ്ട്. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് കിടക്കുന്ന നിങ്ങൾക്ക് യോഗ്യരായിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. +2 ലെവലും ഡിഗ്രി ലെവലും ഒക്കെ കുറേയധികം പോസ്റ്റുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് തരംതിരിച്ച് നോക്കാം. നമ്മൾ ആദ്യം പോകുന്നത് 10th ലെവൽ, +2 ലെവലിലായിട്ട് 2025 നടക്കാൻ പോകുന്ന പരീക്ഷകളാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ യൂണിഫോം തസ്തികയിലാണ്. ആദ്യം നമ്മൾ പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് മെയ് ജൂലൈ മാസത്തിലായിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 743/2024 എന്ന കാറ്റഗറിയിലാണ് സിവിൽ എക്സൈസ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോഴും നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക. അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ്. സോ ഓൾറെഡി ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂൺ ഓഗസ്റ്റിലായിട്ടാണ്. നമ്മൾ അതായത് മെയ് ജൂലൈയിലായിട്ട് ഏകദേശം ആ ഒരു ടൈം തന്നെ എല്ലാം കൂടെ കടന്നു വരും. അപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജൂൺ ഓഗസ്റ്റിലായിട്ട് നടക്കും. അതുപോലെ തന്നെ അതിന്റെ കാറ്റഗറി നമ്പർ 471/2024 ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ്. സോ അതിന്റെ പരീക്ഷ ജൂൺ ഓഗസ്റ്റിലായിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനൊന്നും പ്രിലിംസ് ഇല്ല, ഒറ്റ പരീക്ഷയായിട്ട് മെയിൻ പരീക്ഷയായിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഏകദേശം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പരീക്ഷകളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ PSC ടെന്റേറ്റീവ് കലണ്ടർ പ്രകാരം ജൂൺ ഓഗസ്റ്റിലായിട്ട് നമ്മുടെ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒരുമിച്ചായിരിക്കും പരീക്ഷ. രണ്ടിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. വിമൻ ആണെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണെങ്കിലും രണ്ടും ഒരുമിച്ചായിരിക്കും. അടുത്തത് വരുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ജൂൺ ഓഗസ്റ്റിലായിട്ട് നമ്മുടെ വിമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കും. അതേ സമയത്ത് ജൂൺ ഓഗസ്റ്റിൽ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പരീക്ഷ നടക്കും. അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതും ഈ പറയുന്ന ജൂൺ ഓഗസ്റ്റിലാണ്. അപ്പൊ ജൂൺ ഓഗസ്റ്റിലായിട്ട് നമ്മുടെ വിമൻ പോലീസ്, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ. അപ്പൊ ഇത്രയും പരീക്ഷകൾ ജൂൺ ഓഗസ്റ്റിലായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. ഒറ്റ പരീക്ഷയായിരിക്കാം. അപ്പൊ ഇവിടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ഇതിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിഫോം പോസ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്. ഇനി നമ്മൾ ഡ്രൈവറിലേക്ക് പോവുകയാണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ജൂലൈ സെപ്റ്റംബറിലായിട്ട് 2025 ജൂലൈ സെപ്റ്റംബറിലായിട്ടാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വരുന്നത് ജൂലൈ സെപ്റ്റംബറിലായിട്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ട് അത് നടക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ജൂലൈ സെപ്റ്റംബറിലായിട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതേപോലെ ഫയർ ആൻഡ് റെസ്ക്യൂവിലെ വിമൻ ഡ്രൈവറും അതേപോലെ തന്നെ അല്ലാത്ത ഡ്രൈവറും വരുന്നത് ജൂലൈ സെപ്റ്റംബറിലാണെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ടാണ് പരീക്ഷ PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. 10th ലെവലിൽ ഉള്ള ഒരു മേജർ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഇതൊരൊറ്റ പരീക്ഷയായിട്ട് 2025 ഓഗസ്റ്റ് ഒക്ടോബർ ആയിട്ടാണ് നിലവിൽ PSC ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. ഫീൽഡ് അസിസ്റ്റന്റ് മെയ് ജൂലൈ മാസത്തിലായിട്ടാണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മെയ് ജൂലൈയിലായിട്ട് ഫീൽഡ് അസിസ്റ്റന്റ്, അത് ഈ പറയുന്ന പോലെ തന്നെ 10th ലെവൽ തന്നെയാണ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ അത് ഈ പറയുന്ന പോലെ തന്നെ വരും. അതുപോലെ അറ്റൻഡർ ഗ്രേഡ് 2 ആണ്. അതും ഈ പറയുന്ന പോലെ അതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഡർ ഗ്രേഡ് 2 പ്രിലിംസും മെയിൻസും ഉണ്ട്. പ്രിലിംസ് നമ്മുടെ ഒക്ടോബർ ഡിസംബറിലായിട്ടും മെയിൻസ് പരീക്ഷ 2026 മെയ് ജൂലൈയിലായിട്ടാണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റൻഡർ ഗ്രേഡ് 2 ഒക്ടോബർ ഡിസംബറിലായിട്ട് പ്രിലിംസ് പരീക്ഷയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത പോകുമ്പോൾ ഇനിയുണ്ട് അറ്റൻഡർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. അത് പലതും പല പോസ്റ്റ് ആണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോസ്റ്റ് വ്യത്യാസമുണ്ട്. അറ്റൻഡർ തന്നെ പല പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ നിലവിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് അറ്റൻഡർ വിളിച്ചിരിക്കുന്നത്. അതിന്റെ പ്രിലിംസും എല്ലാം ഒരുമിച്ചായിരിക്കും. ഇത് 10th ലെവൽ എല്ലാം ഒരുമിച്ച് പ്രിലിംസ് നടക്കും. അപ്പോൾ അതിൽ ഒക്ടോബർ ഡിസംബറിലായിട്ടാണ് 2025 ഒക്ടോബർ ഡിസംബറിലായിട്ട് പ്രിലിംസും, മെയിൻസ് മെയ് ജൂലൈയിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. 2026 നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റോർ കീപ്പർ ഇതിനകത്ത് വരുന്നതാണ്. സ്റ്റോർ കീപ്പറും ഇതുപോലെ പ്രിലിംസ് ഒക്ടോബറിലായിട്ട് വരുന്നു. മെയിൻസ് 2026 മെയ് ജൂലൈയിലായിട്ട് വരാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഡിഗ്രി ലെവലിലേക്ക് നമുക്ക് കയറാം. ഡിഗ്രി ലെവലിൽ നമുക്ക് ആദ്യം ഒരു സെക്യൂരിറ്റി ഓഫീസറിലേക്ക് പോവാണ്. സെക്യൂരിറ്റി ഓഫീസർ യൂണിവേഴ്സിറ്റീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും അടുത്തായിട്ട് പരീക്ഷ നടക്കാൻ വേണ്ടി പോകണം. അതായത് 2025 ഏപ്രിൽ ജൂണിലായിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസറുടെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് വിളിക്കുന്ന ആ ഒരു പരീക്ഷ, അതിന്റെ പ്രിലിംസും മെയിൻസും 2025 തന്നെയാണ്. അപ്പൊ 2025 മെയ് ജൂലൈയിലായിട്ട് പ്രിലിംസ് പരീക്ഷയും
അതുപോലെ മെയിൻസ് 2025 ഓഗസ്റ്റ് ഒക്ടോബർ, നമ്മൾ നോക്കിയേ വളരെ അടുത്ത് ഷോർട്ട് ടൈം പീരീഡ് തന്നെയാണ് പ്രിലിംസും മെയിൻസും പരീക്ഷ കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മെയിൻസും കൂടി മുന്നിൽ കണ്ടിട്ട് വേണം പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി. ഇപ്പൊ രണ്ടോട് ചേർത്ത് വെച്ചുള്ള ഒരു പഠനം വേണം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പൊ കാരണം നമ്മുടെ മുമ്പിൽ സമയമില്ല. PSCയുടെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നമുക്കറിയാം മെയ് ജൂലൈയിൽ പ്രിലിംസ് നടന്നു കഴിഞ്ഞാൽ മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബറിൽ തന്നെ മെയിൻസ് പരീക്ഷ നിലവിൽ PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടന്റും പ്രിലിംസും മെയിൻസ് നിലവിൽ PSC പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിവിഷണൽ അക്കൗണ്ടന്റിന് പ്രിലിമിനറി എക്സാമിനേഷൻ മെയ് ജൂലൈയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ട് നമ്മുടെ മെയിൻസ് പരീക്ഷയും, പ്രിലിംസ് മെയ് ജൂലൈ, മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ട് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അടുത്ത അസിസ്റ്റന്റ് മാനേജർ ആണ്. സിവിലിൽ അസിസ്റ്റന്റ് മാനേജർ വിളിച്ചിട്ടുണ്ട് നമ്മുടെ കേരള ഫെഡിലേക്കാണ്. അതിനൊറ്റ പരീക്ഷയായിട്ട് ജൂലൈ സെപ്റ്റംബറിലായിട്ടാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ജൂലൈ സെപ്റ്റംബർ ആണ് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി അക്കൗണ്ട് മാനേജർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അത് നമ്മുടെ ജൂലൈ സെപ്റ്റംബർ 2025 ജൂലൈ സെപ്റ്റംബറിലായിട്ടാണ് PSC അവിടെ ഒറ്റ പരീക്ഷയായിട്ട് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഉണ്ട്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ പരീക്ഷ ജൂലൈ സെപ്റ്റംബർ 2025 ജൂലൈ സെപ്റ്റംബർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അടുത്ത് നമ്മൾ വരുന്നത് മാർക്കറ്റിംഗ് മാനേജർ ആണ്. മാർക്കറ്റിംഗ് മാനേജർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ കയർഫീൽഡിലേക്കാണ് മാർക്കറ്റിംഗ് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പരീക്ഷയും 2025 ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ടാണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുന്ന അസിസ്റ്റന്റ് ആണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കാണ് അസിസ്റ്റന്റിനെ വിളിച്ചിരിക്കുന്നത്. അതും ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിട്ടാണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നീട് അസിസ്റ്റന്റ് മാനേജർ തന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ലേബർ വെൽഫെയർ ബോർഡിലേക്ക് വരുന്നുണ്ട്. അവിടെയും ഓഗസ്റ്റ് ഒക്ടോബർ തന്നെ PSC അവിടെ പരീക്ഷ വരികയാണ് കേട്ടോ. യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ആണ്. ഇപ്പൊ എൻട്രി തന്നെ നമ്മുടെ കോഴ്സ് ഉണ്ട്. നമ്മുടെ BDS ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ എന്ന് പറയുന്നത്. അതിന്റെ പരീക്ഷ ഒറ്റ പരീക്ഷയാണ്, മെയിൻ ആയിട്ട് ഒറ്റ പരീക്ഷയാണ്. അത് 2025 നവംബറിലായിട്ട് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി സിലബസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസും മെയിൻസും ഉണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റ് കൂടെ തന്നെയാണ് അതിന്റെ പ്രിലിംസ് വരുന്നത്. മെയ് ജൂലൈയിലായിട്ട് പ്രിലിംസ് വരുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ടാണ് മെയിൻസ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം മെയ് ജൂലൈ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബറിൽ അതിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ വേണ്ടി പോവാണ്. പിന്നീട് സെയിൽസ് അസിസ്റ്റന്റ് ആണ്. സെയിൽസ് അസിസ്റ്റന്റും ഈ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ജൂലൈ സെപ്റ്റംബർ ആണ് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അത് ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് ഇതും പറഞ്ഞതും. ഇനി അടുത്തത് സെയിൽസ്മാൻ ഗ്രേഡ് 2 തന്നെ. അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതിന്റെ പ്രിലിംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസ് നടക്കും മെയിൻസ് 2026 മെയ് ജൂലൈയിലാണ്. പ്രിലിംസ് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് അതിനകത്ത് തന്നെ പ്രിലിംസ് പോവും. മെയിൻസ് 2026 മെയ് ജൂലൈയിലായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് മെയ് ജൂലൈയിലായിട്ടും മെയിൻസ് ഒക്ടോബർ ഡിസംബറിലായിട്ടാണ് മെയിൻസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് വിളിക്കുന്നത്. ഓക്കെ, മെയ് ജൂലൈയിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെ പ്രിലിംസും അതേപോലെ തന്നെ മെയിൻസ് നമ്മുടെ ഒക്ടോബർ ഡിസംബറിലായിട്ടും PSC നടത്താൻ വേണ്ടി പോവാണ്. അടുത്തത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് നേരത്തെ അപ്പുറത്ത് നമ്മൾ 2 പോലീസ് സബ് ഇൻസ്പെക്ടർ 2 ഉണ്ടല്ലോ, ട്രെയിനിങ് ഉണ്ട്, സ്റ്റേഷനിലേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പ്രിലിമിനറി എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി പ്രിലിംസ് എല്ലാം ഒരുമിച്ച് മെയ് ജൂലൈയിലായിട്ടും അതിന്റെ മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബറിലായിട്ടും PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റിന് പറയാനുള്ള നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ആണ്. സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ആണ്. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാഫ് നേഴ്സ്. സോ അതിന്റെ പരീക്ഷ ഒറ്റ പരീക്ഷയാണ് നടക്കുക. ജൂലൈ സെപ്റ്റംബറിലായിട്ട് പരീക്ഷ നടക്കും. അതുപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അത് ഡിസംബർ ഒക്ടോബറിലായിട്ടാണ് അതിന്റെ പരീക്ഷ നടക്കുക. ഞാൻ എല്ലാത്തിന്റെയും നമ്മുടെ കാറ്റഗറി നമ്പർ വായിച്ചിട്ടില്ല. കാറ്റഗറി നമ്പർ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളിലെ എല്ലാം പരീക്ഷകൾ അടുത്ത് തന്നെ ഒരു മെയ് ജൂലൈയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ആ ഒരു മേഖല തന്നെ പ്രിലിംസും മെയിൻസും ആയിട്ടൊക്കെ പരീക്ഷ നടക്കുകയാണ്. മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഉപയോഗപ്പെടുത്തുക. പരീക്ഷകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. നന്നായിട്ട് പഠിക്കുക, പരീക്ഷകൾ എഴുതുക. ഇപ്പൊ എൻട്രി ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ പ്രതിപാദിച്ച എല്ലാ പരീക്ഷകളിലെയും കോഴ്സ് എൻട്രി ആപ്പിലുണ്ട്. ദന്തൽ അസിസ്റ്റന്റ് സർജൻ ആയിക്കോട്ടെ, സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SI ആയിക്കോട്ടെ, സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും സബ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഇപ്പൊ ഈ പറയപ്പെട്ട മുഴുവൻ കോഴ്സുകളും എൻട്രി ആപ്പിൽ ലഭ്യമാണ്. കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ എക്സാക്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ PSC ഷെഡ്യൂളിൽ പിന്നീട് പുറത്തുവിടും. ഓരോ മാസത്തെയും ഡേറ്റ് സഹിതം പുറത്തുവിടും. അപ്പൊ അത് വിടുന്ന സമയത്ത് നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. മാക്സിമം നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ മുമ്പിൽ സിലബസും വന്നു, ഒരു കറക്റ്റ് ലക്ഷ്യവുമായി ഒരു ഏകദേശം ഒരു എക്സാം ഡേറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കുക. നന്നായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.